നീ ഇവിടെ ഇരിക്കാണോ? നീ വരുന്നില്ലേ? എങ്ങോട്ട്? ഇന്ന് ഡേ ഓഫ് എന്നല്ലേ പറഞ്ഞേ? എല്ലാരും പുറത്തു പോകാനായിട്ട് റെഡിയാവാ. നീ വന്നേ. ഞാനൊന്നും വരുന്നില്ല, നിങ്ങൾ പോയിട്ടോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ വന്നേ പറ്റൂ. വാ. എടി ദേ അങ്ങോട്ട് നോക്കിയേ, എന്ത് ഭംഗിയല്ലേ അവരെ കാണാൻ. ടോട്ടലി മൈ ടൈപ്പ്. ആടി സത്യം, എന്നെ ഗ്ലാമറാ. നമുക്കൊന്ന് പോയി കമ്പനി ആവാൻ നോക്കാം. ചിലപ്പോ വളഞ്ഞാലോ. പക്ഷെ ആരെ ചൂസ് ചെയ്യും? രണ്ടുപേരും നല്ല ഭംഗിയാ. ഒരു കാര്യം ചെയ്യും, ആ ലൈറ്റ് പിങ്ക് ഷർട്ടിനെ നീ എടുത്തോ, ആ ബ്ലാക്ക് ഷർട്ടിനെ ഞാൻ എടുത്തോളാം. ഓക്കെ. എക്സ്ക്യൂസ് മീ. ഹായ്. ആരാ? മനസ്സിലായില്ല. ആം റിയ. എന്താ ഇയാളുടെ പേര്? എന്താ ഉദ്ദേശം? ദുരുദ്ദേശമൊന്നുമില്ല, സത്യം പറയാലോ, ഇയാളെ കാണാൻ എന്നെ ഗ്ലാമറാന്നേ. കണ്ടപ്പോ തന്നെ എനിക്ക് ക്രഷ് അടിച്ചു. എന്താ ഒന്നും മിണ്ടാത്തെ? ഫ്ലേർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചതെങ്കിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതെന്താ? സുന്ദരികളായ പെൺകുട്ടികളെ കണ്ട ഇയാൾക്ക് ക്രഷ് ഒന്നും തോന്നില്ലേ? അതിന് സുന്ദരിയാണെന്ന് എനിക്കും കൂടെ തോന്നണ്ടേ? കൊച്ചു കൊച്ചിന്റെ പാടുകി പോയെ. ഹായ് ചേട്ടാ. ഹായ്. ആരാ? എന്റെ പേര് അപർണ. ഞാനിവിടെ ഷോപ്പിങ്ങിന് വന്നപ്പോഴാ ചേട്ടനെ കണ്ടേ. എന്താ ചേട്ടന്റെ പേര്? എന്റെ പേര് ഇവാൻ. ക്യാൻ ഐ കോൾ യു മൈൻ ഇൻസ്റ്റഡ്? ദൈവമേ, എന്തേ കൊച്ചിന്റെ ഉദ്ദേശം? അയ്യോ, ഇവെന്തിനാ ഇങ്ങനെ നോക്കുന്നേ? ഐഡിയ ഇപ്പൊ കാണിച്ചു തരാം. അതിനെന്താ, കുട്ടിക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോട്ടോ, എനിക്ക് ഒരു പ്രശ്നമില്ല. ആണോ? താങ്ക് യു ചേട്ടാ. ഷോ, താങ്ക് യു ഒന്നും വേണ്ടാന്നേ. അല്ലെങ്കിലും തന്നെ പോലൊരു സുന്ദരിയായൊരു പെൺകുട്ടി ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ഒക്കെ ചോദിച്ചാൽ എങ്ങനെയാ സമ്മതിക്കാതിരിക്കുക? വിരോധിയില്ലേല് ചേട്ടന്റെ നമ്പർ ഒന്ന് തരോ? ദൈവമേ, പണിയായോ? ഇപ്പൊ ഞാനെങ്ങനെ എന്റെ നമ്പർ കൊടുക്കുക? ആലയിലൊരു കാര്യം ചെയ്യാം, ഇയാളുടെ നമ്പർ എനിക്കിതാ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്നാ ഞാൻ എന്റെ നമ്പർ തരാം, എന്നെ ഇങ്ങോട്ട് വിളിച്ചാ മതി. വാ. എങ്ങോട്ട്? അവിടെ എല്ലാരും കാറിനടുത്ത് നിൽക്കുക, നിന്നെ അവിടെ എല്ലാരും അന്വേഷിക്കുന്നുണ്ട്. വാ. ഞാനിപ്പോ വരാം, ഒരു 2 മിനിറ്റ്. നിന്നോട് വരാനാ ഞാൻ പറഞ്ഞേ. അയ്യോ ചേട്ടാ, പോവാണോ? അപർണ, അപ്പൊ ശരി എന്നാ, ഞാൻ വിളിച്ചോളാം. ആ നമ്പർ ഇങ്ങിതാ. എന്തിന്? ഞാൻ തരില്ല. നീയായിട്ട് തരുന്നോ അതോ ഞാനായിട്ട് പിടിച്ചു വാങ്ങണം? ഷെടാ, ഇയാളുടെ പ്രശ്നം എന്താ? അവളെ എനിക്കാ നമ്പർ തന്നെ, നിനക്കല്ല. എന്തിനാ ഇപ്പൊ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ? സത്യം പറ, അവള് നിനക്ക് നമ്പർ തരാതെ എനിക്ക് നമ്പർ തന്നതിന്റെ ജലസിയല്ലേ? ദേ നോക്ക്, നമ്മുടെ ലാസ്റ്റ് പെർഫോമൻസിന് ഇനി അധികം നാളില്ല. അതിനിടയിൽ നിന്റെ ശ്രദ്ധ ഇതുപോലുള്ള ന്യൂസൻസിലോട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ആ നമ്പർ കയറി കളഞ്ഞു. ഓ, അപ്പൊ നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കും എന്നുള്ള പേടിയാണല്ലേ? അല്ലാതെ വേറൊന്നുമല്ല. പിന്നല്ലാണ്ട്. ഉറപ്പാണോ? ഉറപ്പ്. ശരിക്കും? ഇവാൻ, എന്റെ ഒന്ന് മേടിക്കുന്നേ. നീ എന്നെ കാണുമ്പോ ഇത് എങ്ങോട്ടാ പോകുന്നേ? പ്രാക്ടീസിന് സമയമായിന്ന് അറിയില്ലേ? ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ വരുന്നില്ല. പ്രാക്ടീസ് ചെയ്യാൻ വരുന്നില്ലെന്നോ?
നമ്മുടെ പെർഫോമൻസിന് ഇനി എത്ര ദിവസം ഉണ്ടെന്നാ നീ വിചാരിച്ചോണ്ടിരിക്കുന്നേ? നിന്റെ വായിൽ എന്താ നാക്കില്ലേ? ചോദിച്ച കേട്ടില്ലേ? ഉത്തരം പറ. ഞാൻ എന്താ പറയണ്ടേ? നീ പറ, ഞാൻ എന്താ പറയണ്ടേ? എനിക്ക് മടുത്തു. എനിക്കിനി നിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ വയ്യ. ഞാൻ മാസ്റ്ററോട് പറയാൻ പോവാ എന്നെ ഈ പേരപ്പ് ഡാൻസ് ചെയ്യുന്ന ഒഴിവാക്കാൻ. നിനക്കെന്താ ഭ്രാന്തായോ? നീ എന്താ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? ഞാൻ നല്ല ബോധത്തോടെ തന്നെയാ പറയുന്നേ. എനിക്കിനി ഇത് പറ്റില്ല. അതിന്റെ റീസൺ ആണ് ഞാൻ ചോദിച്ചത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ തീരുമാനം എടുക്കുന്നത്. അതായിരിക്കും എനിക്ക് നല്ലത്. ദേ ആരം, ചുമ്മാ കളിക്കല്ലേ. എനിക്ക് നിന്റെ കുട്ടിക്കളി കണ്ടുകൊണ്ടിരിക്കാൻ സമയമില്ല. കുട്ടിക്കളി കുട്ടിക്കളി കളിക്കുന്ന ഞാനല്ല, നീയാ. നിനക്ക് തോന്നുമ്പോ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. നിനക്ക് തോന്നുമ്പോ പ്രാക്ടീസിന് വരാം, വരാതിരിക്കാം. നിനക്കറിയാം എനിക്ക് നിന്നോടുള്ള ഫീലിങ്സ് എന്താന്ന്. എന്നിട്ടും എന്തിനാ ലൂക്ക എന്റെ ഫീലിങ്സ് വെച്ച് നീ കളിക്കുന്നേ? എനിക്കറിയില്ല. എപ്പോഴോ എന്നോ എനിക്ക് നിന്നെ ഇഷ്ടമായി പോയി. ഒരുപാട് ഞാൻ ശ്രമിച്ചതാ എന്റെ മനസ്സിൽ നിന്ന് നിന്നെ ഒന്ന് എടുത്ത് കളയാൻ. പക്ഷെ പറ്റുന്നില്ല. ഇപ്പൊ എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്നതും ഈ ഒരൊറ്റ കാര്യത്തിനാ. ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നീ എന്തിനാ എന്നോട് മാത്രം ഇത്ര റൂഡായിട്ട് പെരുമാറുന്നേന്ന്. ബാക്കിയുള്ളവരോടൊക്കെ നീ ഇന്ന് നന്നായിട്ടാ പെരുമാറുന്നേ. എന്നോട് മാത്രം എന്താ നിനക്ക് ഇത്ര ദേഷ്യം? ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാ നിന്നോട് ചെയ്തേ? നീ ഇത്രയ്ക്ക് എന്നെ അവോയ്ഡ് ചെയ്തിട്ടും ഞാൻ വീണ്ടും വീണ്ടും ചിന്തിക്കും എന്നെങ്കിലും ഇതൊക്കെ മാറുമെന്ന്. എന്നെങ്കിലും നീ എന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇല്ല. അന്ന് രാത്രി നീ ആ ഡയറി കത്തിക്കുന്ന കണ്ടപ്പോ അപ്പൊ എനിക്ക് തോന്നി നിന്റെ പാസ്റ്റിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടാവും. ആ പാസ്റ്റ് നിന്നെ വല്ലാണ്ട് അലട്ടുന്നുണ്ടെന്ന് നിന്റെ കണ്ണിലൂടെ എനിക്ക് മനസ്സിലായത്. അന്ന് ഞാൻ നിന്നോട് സ്റ്റീവിനെ പറ്റി ചോദിച്ചത് ജലസി കൊണ്ടൊന്നുമില്ല. നിന്റെ പാസ്റ്റ് നീ ഞാനുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. നിന്റെ അടുത്തിരുന്ന് നിന്നെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അന്ന് നീ എന്നോട് റൂഡായിട്ടാ പെരുമാറി. അതിനുശേഷം നീ എന്നെ അവോയ്ഡും ചെയ്തു. ഞാൻ നിന്നോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ നീ എന്നെ അകറ്റി നിർത്തിക്കൊണ്ടേയിരുന്നു. മനു പറഞ്ഞത് കറക്റ്റാ. ഒരിക്കലും ഒരാളുടെ സ്നേഹത്തിന് വേണ്ടി നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം ഇവിടെ വെച്ച് നിർത്താം. ഇനി ഒരിക്കലും നിനക്കൊരു ശല്യമായിട്ട് ഞാൻ വരില്ല. ഒരിക്കലും. ആരവ്, വേണ്ട ലൂക്ക, നീ ഇപ്പൊ ഒന്നും പറയണ്ട. നീ പറയുന്ന ഒന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ നിന്നെ മറക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ പേരപ്പ് ഡാൻസ് നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഞാൻ മാസ്റ്ററിനോട് പറയാൻ പോവാ. പിന്നെ നീ പേടിക്കണ്ട. നമ്മുടെ ലാസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞ ഇനി ഒരിക്കലും ഞാൻ നിന്റെ കൺമുന്നിൽ പോലും വരില്ല. ആരവ്, നിർത്ത്. ആരവ്, ഐ ആം സോ സോറി. ഞാൻ അറിയാണ്ട്. നീ എന്തിനാ ഇപ്പൊ എന്നെ കിസ് ചെയ്തേ? ഞാൻ അറിയാണ്ടോ? അപ്പോ നിനക്ക് എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ നീ എന്നെ ഇപ്പൊ കിസ് ചെയ്തേ? ആരവ്, ഞാൻ പറ ലൂക്ക, നിനക്ക് സത്യത്തിൽ എന്നോട് എന്താ? നിനക്ക് എന്നോട് ഒരു തരി പോലും ഇഷ്ടമില്ലായിരുന്നെങ്കിൽ നീ ഇപ്പൊ എന്തിനാ എന്നെ കിസ് ചെയ്തേ? എനിക്കത് അറിയണം. ഞാൻ എന്താ നിനക്ക് തമാശ കളിക്കാനുള്ളതാണോ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ നിന്നെ മറക്കാൻ ശ്രമിക്കാന്ന്. ഇനി ഞാൻ എങ്ങനെയാ? ആരോ, പ്ലീസ് എന്നോട് ക്ഷമിക്കും. ഞാൻ എന്താ ഇവിടെ? ആരോ, നീ എന്തിനാ കരയുന്നേ? അത് ഞാൻ കരഞ്ഞതല്ല. എന്റെ കണ്ണിലത് പൊടി പോയതാ. അപ്പോ ലൂക്ക എന്നെ സഹായിക്കുമായിരുന്നു. ഞാൻ റൂമിലോട്ട് പോവാ. ഷെടാ, ഇതിപ്പോ 2 ദിവസമായാലും ഇത് കാണാതായിട്ട്. എവിടെയാ കൊണ്ട് വെച്ചേന്ന് പോലും ഓർമ്മയില്ല. ആ മനു, എടാ, നീ ഒരു ഡയറി പോലത്തെ ഒരു ബുക്ക് കണ്ടായിരുന്നോ? ഡയറി പോലത്തെ ബുക്കോ? ഇല്ലടാ, ഞാൻ കണ്ടില്ല. കണ്ടില്ലേ? ഷേ, പിന്നെ ഇത് എവിടെ പോയതാ? നീ നല്ലപോലെ നോക്ക്. അത് അവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ. ഇത് ഇവാന്റെ ഡയറി ആയിരുന്നോ? ഇതിപ്പോ എങ്ങനെ അവന്റെ കയ്യിൽ ഏൽപ്പിക്കുക? മനുവിന്റെ കയ്യിൽ കൊടുക്കാം. തുറന്നു നോക്കണോ? ആ, നോക്കിക്കളയാം.
എടാ ലൂക്ക, നീ ഇവിടെ എവിടെയെങ്കിലും ഒരു ഡയറി കിടക്കുന്നുണ്ടായിരുന്നോ? ലൂക്ക, നിനക്കെന്താ പറ്റിയേ? നിന്റെ മുഖമൊക്കെ എന്താ വല്ലാണ്ടിരിക്കുന്നേ? അത് ഞാനിപ്പോ വരാം. എടാ പറ, എന്താ പറ്റിയേ? നീ എങ്ങോട്ടാ പോകുന്നേ ലൂക്ക? നീ എന്താ ഇവിടെ? എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. ഇവിടെ നിന്ന് പോ. എനിക്ക് പറയാനുള്ളത് പറയാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല. നിനക്ക് എന്താ വേണ്ടേ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നിനക്കൊരു ശല്യത്തിന് ഞാൻ വരില്ലാന്ന്. എന്നിട്ടും നിനക്കിനി എന്താ വേണ്ടേ? ആരോ പ്ലീസ്, എനിക്ക് പറയാനുള്ള ഒന്ന് കേൾക്ക്. ശരി, നിനക്ക് എന്താ പറയാനുള്ളത്? ആരാ? ഐ എം റിയലി സോറി. നിന്റെ അനുവാദം ഇല്ലാതെ ഞാൻ നിന്നെ കിസ് ചെയ്തതിന്. പെട്ടെന്ന് നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എന്റെ കൺട്രോള് പോയി. നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ? നമ്മുടെ ഡാൻസ് കഴിഞ്ഞാ പിന്നെ നമ്മൾ കാണില്ലേ? നിനക്കും അത് തന്നെയല്ലേ വേണ്ടത്? അല്ല, എനിക്ക് നിന്നെ എന്നും കാണണം, എപ്പോഴും. എനിക്ക് ഒരു ദിവസം പോലും നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല. സത്യം ഞാൻ പറയുന്നേ. നീ എന്നോട് ചോദിച്ചില്ലേ ഞാൻ എന്തിനാ എപ്പോഴും നിന്നോട് റൂഡായിട്ട് പെരുമാറുന്നേന്ന്, എന്തിനാ എപ്പോഴും നിന്നെ അവോയ്ഡ് ചെയ്യുന്നേന്ന്? ഇത് തന്നെ കാരണം. നീ കേട്ടിട്ടില്ലേ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന്? അതുപോലെ ഒരു തവണ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാ ഞാൻ. ഒരു 4 വർഷത്തെ പ്രണയം എനിക്കുണ്ടായിരുന്നു. വെറും പ്രണയം എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. എനിക്ക് അവനായിരുന്നു എല്ലാം, അവന് ഞാനും അല്ല. അങ്ങനെയാ ഞാൻ വിചാരിച്ചേ. 4 വർഷം മുന്നേ വരെ ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. എല്ലാവരോടും മിണ്ടും, തമാശ പറയും, ഒരുപാട് ചിരിക്കും. അവൻ എൻ്റെ കൂടെയുള്ള സമയത്തൊക്കെ എപ്പോഴും ഞാൻ ചിന്തിക്കുമായിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും വലിയ ലക്കിയസ്റ്റ് മാൻ ഞാനാണെന്ന്. പക്ഷേ ഏതൊരു സന്തോഷത്തിനും കുറച്ച് നാളല്ലേ ആയുസുള്ളൂ. നിങ്ങളുടെ ഇടയിൽ എന്താ സംഭവിച്ചേ? കോളേജിൽ പഠിക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ എപ്പോഴും പറയുമായിരുന്നു കോളേജിലെ ബെസ്റ്റ് കപ്പിൾ ഞങ്ങളായിരുന്നു എന്ന്. കാരണം എനിക്ക് അവൻ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു, അവൻ എന്നെയും. എന്നാ ആ 4 വർഷത്തെ പ്രണയം ഒന്നുമല്ല എന്നുള്ള രീതിയിൽ ഒരു ദിവസം അവനെല്ലാം ഇട്ടെറിഞ്ഞു പോയി. അന്ന് ഞാൻ ഒരുപാട് ഷോക്കായി. എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് അവന്റെ കാല് പിടിച്ചു, കരഞ്ഞു. എന്നിട്ടും അവന്റെ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ പറയണ്ടല്ലോ എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാൻ സത്യം അറിയുന്നേ. അവനെ സ്നേഹിക്കാനും ഞാൻ മാത്രമായിരുന്നില്ല, വേറെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവന്റെ ടൈം പാസുകളിലെ വെറും ഒരാൾ മാത്രമായിരുന്നു ഞാൻ. അവൻ എന്നോട് സ്നേഹത്തോടെ പറഞ്ഞ വാക്കുകൾ അതെനിക്ക് വേണ്ടി മാത്രമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതെനിക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല. വേറെ പലരോടും അവൻ ഇതേ വാക്കുകൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് അങ്ങോട്ട് എനിക്ക് പ്രണയമെന്ന് കേൾക്കുമ്പോഴേ വെറുപ്പായിരുന്നു. എന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞു വരുന്ന എല്ലാവരിലും ഞാൻ അവന്റെ മുഖം കാണുന്നത്. പതിയെ ഞാൻ ആരോട് സംസാരിക്കാണ്ടായി, എല്ലാവരോടും റൂഡായിട്ട് പെരുമാറാൻ തുടങ്ങി. നിന്റെ ഫീലിങ്സ് നീ എന്നോട് പ്രകടിപ്പിച്ചപ്പോഴും അവനെ തന്നെയാ ഞാൻ നിന്നിൽ കണ്ടത്. എന്നാൽ അവിടെ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഇനി എൻ്റെ ലൈഫിൽ ഒരാളോട് പോലും എനിക്ക് സ്നേഹം തോന്നില്ല എന്നാണ് ഞാൻ കരുതി. എന്നാൽ നിന്റെ മുന്നിൽ മാത്രം ഞാൻ തോറ്റുപോയി. എന്നോ എവിടെ വെച്ചോ എനിക്ക് നിന്നോട് ഇഷ്ടമായി തുടങ്ങി. പക്ഷെ എനിക്ക് പേടിയായിരുന്നു. എൻ്റെ പാസ്റ്റിൽ നടന്ന സംഭവം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുമെന്ന് ഞാൻ ഭയന്നു. അതുകൊണ്ട് മാത്രം ഞാൻ നിന്നോടൊന്നും തുറന്നു പറയാണ്ട് എൻ്റെ സ്നേഹം ഉള്ളിൽ തന്നെ ഒതുക്കി വെച്ച്. പിന്നെ അന്ന് നീ സ്റ്റീവിനെ പറ്റി ചോദിച്ചപ്പോൾ എനിക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്ന് പെട്ടെന്ന് വന്ന ദേഷ്യത്തിൽ ഞാൻ നിന്നെ എന്തൊക്കെയോ പറഞ്ഞു. അതിനന്ന് തന്നെ ഞാൻ ഒരുപാട് റിഗ്രറ്റ് ചെയ്തു. പിന്നെ നിന്നെ ഫേസ് ചെയ്യാൻ വയ്യാത്തോണ്ട് നിന്റെ മുന്നിൽ പോലും ഞാൻ വരാത്ത. ലോക്ക്, നീ പറയുന്നതൊക്കെ സത്യമാണോ? ഇത് ഞാൻ വിശ്വസിച്ചോട്ടെ? വിശ്വസിക്കും. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം, നീ കരുതുന്നതിനേക്കാൾ അപ്പുറം ഇഷ്ടം. ഐ ലവ് യു. ഐ ലവ് യു ടു. ഇനി ഒരിക്കലും അങ്ങനെ പറയരുത്. എങ്ങനെ? നീ എന്റെ കൺമുന്നിൽ പോലും വരില്ല. ഇല്ല, പറയില്ല. പ്രോമിസ്? പ്രോമിസ്. ലൂക്ക, നീ എന്താണ് എന്റെ ചെറുക്കനെ ഞെക്കി കൊല്ലുവാണോ? മനു മോനെ, ആരവേ നീ ഓക്കെ ഇല്ലടാ? എവിടെ കൈയും കാലൊക്കെ നോക്കട്ടെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നല്ലൊരു മൊമെന്റ് ആയിരുന്നു, നീ ആയിട്ട് നശിപ്പിച്ചു. ഇവ നിന്നെ ഉപദ്രവിക്കുന്നേക്ക് എന്നാ മുതലാണോ നിനക്ക് നല്ല മൊമെന്റ് ആയി തുടങ്ങിയേ? എന്റെ പൊന്ന് കാട്ടുകളി, ലൂക്ക് എന്നെ ഉപദ്രവിച്ചതല്ല, ഞങ്ങൾ സ്നേഹിച്ചതാ. നിക്ക് കുളിച്ചോടുന്നപ്പോ ലേശം അവളെ ചെവിക്കകത്ത് കയറിപ്പോയായിരുന്നു. അതിനുശേഷം പരസ്പരം എന്തായാലും എന്തൊക്കെയോ കേൾക്കുന്ന പോലെ. ഒന്നുകൂടെ പറഞ്ഞേ. അത്
ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. എന്ന്? എപ്പോ? ദേ ഇപ്പോ 2 മിനിറ്റ് ആയതേ ഉള്ളൂ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. എന്നാ നീ വിശ്വസിക്കണ്ട. വാലുക്ക, നമുക്ക് പോവാം. അല്ല, അങ്ങനെ പറഞ്ഞൂടാ. ഇത് വിശ്വസിപ്പിക്കേണ്ടത് ബെസ്റ്റ് ഫ്രണ്ടായ നിന്റെ കടമയാ. അല്ല, എങ്കിലും ഒന്നും പറഞ്ഞിട്ടെങ്കിലും പോടാ. നാളെയോ മറ്റന്നാളോ ആവട്ടെ, പട്ടി നിന്നെ എന്റെ കയ്യിൽ കിട്ടൂടാ. അങ്ങനെ സിഗ്മ മെയിൽ ഗ്രൂപ്പിൽ നിന്ന് അവനും പുറത്തായി. The next day. എന്തൊക്കെ മേളായിരുന്നു. അവസാനം പടക്ക കട ഹുദാ ഹവ. നിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോ ഞാൻ കരുതി നീ ഇനി ചത്താലും ഒരുത്തനെ പ്രേമിക്കില്ല. അല്ല, അത്രയ്ക്കുണ്ടായിരുന്നേ നിനക്ക് ആരവനോടുള്ള ജാട. ഇത്രയും ലോലഹൃദയനായ നീ എന്തിനാടാ ഇത്രയും ജാട ഇട്ട് ചളമാക്കിയേ? എടാ, അവൻ മേനകയാടാ, മേനകയോ? ആ, പണ്ട് ഈ കാട്ടിൽ താടി കാലത്തൊരു മനുഷ്യനുണ്ടായിരുന്നില്ലേ, മറ്റേ തപസ്സിരുന്ന്. എന്ത് പേര്, വിശ്വാമിത്രയോ അങ്ങനെ എന്തോ. അയാളുടെ തപസ്സളക്കാനായിട്ട് ഒരു മേനക വന്നില്ലേ, ആ മേനകയാടാ ഇവൻ. എന്റെ തപസ്സളക്കാൻ വന്ന എന്റെ മേനക. അയ്യടാ, അല്ലാണ്ട് നീ ഇളകാനായിട്ട് നിന്ന് കൊടുത്തതേ അല്ലല്ലേ. സോറി, നോ കമന്റ്സ്. നീ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോ? ഞാൻ എവിടെയെല്ലാം നോക്കി. ഞാൻ നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. വാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്റെ പൊന്നാരവേ, അവനൊന്ന് ഒരു 5 മിനിറ്റ് ശ്വാസം വിടാൻ അനുവദിക്കടാ. ഇത്രയ്ക്ക് ആക്രാന്തം വേണം? പയ്യെ തിന്നാ പനയും തിന്നാന്ന്. നീ പോടാ. ഞാൻ നേർച്ചയെ വഴിപാടൊക്കെ കൊടുത്ത് കഷ്ടപ്പെട്ട് സെറ്റാക്കി എടുത്തതാ. അങ്ങനെ പയ്യെ തിന്നാനൊന്നും പറ്റൂല, അല്ലേ ലൂക്ക? രണ്ടും കൂടെ എന്റെ മുന്നിൽ ഇരുന്നൊന്ന് പ്രേമിക്കാതെ എങ്ങോട്ടേലൊന്ന് പോവോ? ഇവിടെ മനുഷ്യനാണെങ്കിൽ ഒന്ന് സെറ്റ് ആവണതുമില്ല. അവന് കുശുമ്പ. നീ വാ, നമുക്ക് പോവാം. എനിക്ക് ഇങ്ങനെ ഒന്ന് ചെതലരിക്കാനായിരിക്കും വിധി. അതെ, അവര് സെറ്റായി. ഞാൻ അറിഞ്ഞു. എന്തല്ലേ, ഒരിക്കലും സെറ്റാവില്ല എന്ന് വിചാരിച്ചാരാ. എത്ര പെട്ടെന്നാ സെറ്റായേ. അല്ലെങ്കിലും ഈ സമയവും പ്രായമൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ എത്രയും പെട്ടെന്ന് സെറ്റായ അത്രയും നല്ലതല്ലേ. അത്രയും ടൈം ഒരുമിച്ച് എൻജോയ് ചെയ്യാലോ. അല്ലെങ്കിൽ ലൈഫ് അങ്ങനെയാ, നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല നടക്കുന്നേ. അവർ രണ്ടുപേരും സെറ്റായതില് എന്താ റായാന്റെ അഭിപ്രായം? പോയോ? അപ്പൊ ഇത്രയും നേരം ഈ ചുവരിനോടാണ് സംസാരിച്ചോണ്ടിരുന്നത്? അല്ല, എന്നോട്. എന്താ മോനിസേ, ഞാൻ മതിയോ? വേണ്ടാത്തെന്താ? അങ്ങനെ പറയില്ലേ. ഇനി ഇവിടെ എന്നാ ശരിയാവില്ല. എസ്കേപ്പ്. റയാൻ, നിനക്കൊരു കോള് വരുന്നുണ്ട്. എടാ, ഒന്ന് എടുത്തിട്ട് ഞാൻ കുളിക്കുകയാണെന്ന് പറയോ? എടുത്തോ. ഞാൻ കരുതി ഈ കോൾ നീ എടുക്കില്ലാന്ന്. നിന്നോട് ഈ ആഴ്ച ഞാൻ വീട്ടിലെത്തണോന്നല്ലേ പറഞ്ഞിരുന്നേ. ഇന്ന് സെലിന്റെ വീട്ടുകാർ ഇവിടെ വന്നിരുന്നു കല്യാണം ഉറപ്പിക്കാനായിട്ട്. അപ്പൊ നീ ഇവിടെ ഇല്ല. ഞാൻ അവരുടെ മുന്നിലൊക്കെ നാണം കെട്ടെ. 2-3 ദിവസത്തിനകം ഇനി എത്തിക്കൊള്ളണം. ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും അങ്ങോട്ട് വരും. ഹലോ, നീ കേക്കുന്നില്ലേ? ഇവാൻ. ആന്റി, ഇത് ഇവാനല്ല, ഞാൻ അവന്റെ ഫ്രണ്ടാ. അവനിപ്പോ കുളിച്ചോണ്ടിരിക്കുക. അതാ ഞാൻ കോൾ എടുത്തേ. ഓ ശരി, അവൻ കുളിച്ചിട്ട് ഇറങ്ങുമ്പോ എന്നെ ഒന്ന് വിളിക്കാൻ പറയും. ശരി ആന്റി. ആരാടാ വിളിച്ചേ? നിന്റെ അമ്മയാ. നീ കോൾ എടുത്തായിരുന്നോ? എടുത്തു. എന്താ പറഞ്ഞേ? ഈ സെലിനാരാ? നിന്റെ കല്യാണം ഉറപ്പിച്ചോ? എടാ എന്താ ഇതൊക്കെ? നിന്റെ കല്യാണം അതൊരു പെണ്ണുമായിട്ട്? അതെങ്ങനെ പോസിബിൾ ആവാനാ? എടാ, എനിക്ക് ഈ കല്യാണത്തിനോട് യാതൊരു താല്പര്യമില്ല. ഇതെല്ലാം അമ്മയുടെ പ്ലാനാ. അവളെ കണ്ടെത്തിയതും കല്യാണം ഉറപ്പിക്കാൻ നോക്കുന്നതും എല്ലാം അമ്മയുടെ തീരുമാനം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താ സംഭവം? എടാ, ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. നീ നിന്റെ അമ്മയോടെല്ലാം തുറന്നു പറയേ. എന്ത്, ഞാനൊരു ഗേ ആണെന്നോ? എടാ, നിനക്കെന്റെ അമ്മയെ അറിയാത്തോണ്ടാ. ഇത് വല്ലോ എന്റെ അമ്മ അറിഞ്ഞാ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ നടക്കും. പക്ഷെ പറയാതിരുന്നാ നിന്റെ അമ്മ ഈ കല്യാണമായിട്ട് മുന്നോട്ട് പോവില്ലേ? എനിക്കറിയില്ലടാ. എല്ലാം കൂടെ ആലോചിച്ചിട്ട് എനിക്ക് വട്ടാവാ. അറ്റ്ലീസ്റ്റ് റയാൻ എന്നോട് ഇഷ്ടമെന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അമ്മയുടെ മുന്നിൽ ഈ കാര്യം പറയാൻ എനിക്ക് കുറച്ചെങ്കിലും ഒരു ധൈര്യം വന്നേനെ. എന്തായാലും അമ്മ വിചാരിച്ച പോലെ ഈ കല്യാണവും നടക്കാൻ പോകുന്നില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. എടാ, എനിക്കൊരു ഐഡിയ തോന്നുക. എന്താ ഐഡിയ? അതൊക്കെ ഞാൻ പറയാം, പക്ഷെ നീ കട്ടയ്ക്ക് അഭിനയിച്ച് നിന്നോണം. എടാ, അവന്തി വരുന്നുണ്ട്. ഓക്കെ വാ. എടാ, ഇത് വല്ലതും നടക്കോ? ഇത് കേട്ടാലൊന്നും അവനൊന്നും തോന്നാൻ പോണില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാടാ. സക്സസ് ആവോ ഇല്ലേ എന്നുള്ളതൊക്കെ അതിന് ശേഷമുള്ള കാര്യമല്ലേ. എടാ ഇവാൻ, നിന്റെ അമ്മ പറഞ്ഞ കല്യാണക്കാര്യം എന്തായി?
അതെന്താവൻ, ഇന്ന് അവളുടെ വീട്ടുകാർ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. സംഭവം എന്നെ കണ്ട് കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ ഞാൻ അവിടെ ഇല്ലായിരുന്നല്ലോ. പിന്നെ അവർ അമ്മയൊക്കെ ആയിട്ട് സംസാരിച്ച് ഉറപ്പിച്ചെന്നാ കേട്ടെ. എടാ, എന്നാലും നിന്റെ ഈ സെക്ഷുവാലിറ്റി വെച്ചിട്ട് നീ എങ്ങനെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യാനാടാ, അമ്മയുടെ നിർബന്ധമായി പോയില്ലേ. എനിക്കാണെങ്കിൽ എൻ്റെ സെക്ഷുവാലിറ്റിയുടെ കാര്യം അമ്മയോട് പറയാനും പറ്റില്ല. അല്ലെങ്കിൽ പറയാൻ പോലും എനിക്കൊരു ബോയ് ഫ്രണ്ടെങ്കിലും വേണ്ടേ. അതുപോലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കള്ളം പറയാന്നാ അമ്മ വിചാരിക്കത്തുള്ളൂ. അപ്പൊ നീ കല്യാണമായിട്ട് മുന്നോട്ട് പോകാനാണോ തീരുമാനം? അറിയില്ല, ചിലപ്പോ. അമ്മയോട് പറഞ്ഞ പ്രശ്നമാണെങ്കിൽ നിനക്ക് ആ പെണ്ണിനോട് പറഞ്ഞാൽ പോരെ? എടാ, പക്ഷെ അവൾക്കിതറിയാം. അവളോട് ഞാൻ മുന്നേ പറഞ്ഞതാ. എന്നാലും അവൾക്ക് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ താല്പര്യമില്ല എന്നാ പറയുന്നത്. അവൾക്ക് പണ്ട് സ്കൂൾ ടൈം തൊട്ടെന്തോ തുടങ്ങിയ ക്രഷ് എന്നോട്. അവളുടെ വിചാരം കല്യാണം കഴിയുമ്പോൾ ഇതൊക്കെ മാറും, എനിക്ക് അവളോട് സ്നേഹം തോന്നുന്നൊക്കെ. അതുകൊണ്ട് തന്നെ എത്ര തവണ പറഞ്ഞാലും അവൾക്കിത് മനസ്സിലാവാൻ പോകുന്നില്ല. പിന്നെ സത്യം പറഞ്ഞാൽ അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. കുറെ വർഷം കൊണ്ട് എന്റെ പിറകെ നടക്കുക. അവൾ എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ജസ്റ്റ് സ്നേഹം മാത്രം മതി എന്ന് അവൾ പറയുന്നത്. എടാ, അവൻ പോയോ? അവൻ എന്നോടൊന്നും വന്ന് ചോദിച്ചത് പോലും ഇല്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഈ പ്ലാനൊക്കെ ഫെയിലാവുന്നു. നീ വെയിറ്റ് ചെയ്യ്, അവൻ എന്തായാലും എല്ലാം കേട്ടിട്ടുണ്ട്. ബാക്കി ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം. മാസ്റ്റർ, എന്താ പറയാ? ഞാൻ മാസ്റ്ററിൻ്റെ കാറൊന്ന് എടുത്തോട്ടെ? എനിക്കൊരു സ്ഥലം വരെ ഒന്ന് പോകണമായിരുന്നു. അതിനെന്താ, നീ എടുത്തോ. താങ്ക് യു.